സമയം പുലർച്ചെ 3 മണിയാണേ. ഞങ്ങളിന്ന് ഒരു ടൂറ് പോകാനുള്ള ഒരു പരിപാടിയിലാണ്. ഇന്ന് ലീവുള്ള ദിവസാണ്. സ്കൂളൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു ടൂറ് പ്ലാൻ ചെയ്തതാണ്. ഇപ്പോൾ രാവിലെ തന്നെ പുറപ്പെട്ട് ഇറങ്ങി. ഞങ്ങൾ മാത്രമല്ല, കൂടെ 2 കമ്പനിക്കാരുണ്ട്. അതിലെ താടി വെച്ച ചെങ്ങാനെ നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ കണ്ട് പരിചയമുണ്ടാവും. നമ്മളെ കരിമീൻ വേട്ടയ്ക്ക് പോയപ്പോൾ പരാജയപ്പെട്ട് വന്നില്ലേ? അതിലുള്ള ഒരു കഥാപാത്രമാണ് അത്. അപ്പോൾ ഞങ്ങളിതാ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പോൾ താമരശ്ശേരി ചുരം കഴിഞ്ഞ് വയനാട്ടിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയം പുലർച്ചെ ഒരു 4 മണിയാവുന്നതേ ഉള്ളൂ. ഞങ്ങളിന്ന് പോകുന്നത് ഹിമവത് ഗോപാൽ സമീപേട്ട് കർണാടകയിലെ ഗുണ്ടൽപേട്ടയ്ക്ക് അടുത്തുള്ള ആ ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. പിന്നത്തെ വരുന്ന വഴി തിരിച്ച് വരുന്ന വഴി ഇപ്പോൾ ഓണ സീസണൊക്കെ ആയതുകൊണ്ട് പൂക്കൃഷികളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കാണാം. അങ്ങനെ ഒരു ടൂറായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ബന്ദിപ്പൂർ കാട്ടിൽ ഇപ്പോൾ നമ്മൾ പുലർച്ചെയൊക്കെ പോവുകയാണെങ്കിൽ മൃഗങ്ങളെയൊക്കെ കാണാം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പുലർച്ചെ തന്നെ ഇറങ്ങിയത്. പക്ഷേ ആ കാണുന്ന ഇത് കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടമുണ്ട്, കുറച്ച് ദൂരെയായിട്ട് കാണാം. ആകെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ബന്ദിപ്പൂരൊക്കെ കടന്ന് നമ്മളിതിപ്പോൾ ഇവിടെ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കാട് കഴിഞ്ഞ് ഉള്ള വരുന്ന ഭാഗമാണിത്. ഇപ്പോൾ ഒരു കൃഷികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഇത്. അങ്ങോട്ടേക്ക് കടന്നിട്ടുണ്ട്. ഇത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നാട് മാറുമ്പോഴത്തേക്ക് തന്നെ വ്യത്യാസങ്ങൾ ഇതാ കണ്ടില്ലേ. കൃഷിയാണ് ഫുള്ള്. ഇത് സൂര്യകാന്തി പാടം. നമ്മൾ ഗുണ്ടൽപേട്ടയിൽ നിന്ന് ഹിമവത് ഗോപാൽ സ്വാമിപേട്ടിലേക്ക് ഈ ഗുണ്ടൽപേട്ട ടൗണിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേയുള്ള ഒരു സൂര്യകാന്തി പാടം അത്. ഇത് അവിടെ ഒരു പാർക്കിംഗ് ആണ്. ഇവിടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന കവാടം കടന്നിട്ടാണ് പോകേണ്ടത്. ഇങ്ങോട്ടേക്ക് വണ്ടികൾ കടത്തി വിടില്ല. ഇവിടുന്ന് ഇവരുടെ KSRTCയിലാണ് പോകേണ്ടത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് KSRTCയിൽ വേണം പിന്നെ യാത്ര ചെയ്യാൻ. ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ആണ് 70 രൂപ. അങ്ങനെ ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരമുണ്ട്. കയറ്റാണ്, ഫുൾ കയറ്റം കയറിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഫോറസ്റ്റ് ടൈഗർ റിസർവ് ആയതുകൊണ്ടാണ് അങ്ങോട്ട് നമ്മളെ വണ്ടികളൊന്നും കടത്തി വിടാത്തത്. അങ്ങനത്തെ റൂട്ടും അങ്ങനെയുള്ള ഒരു റൂട്ടാണ്. അപ്പോൾ ഇത് അങ്ങനെ നമ്മളെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. ഇവിടെ ഫുള്ള് മനോഹര കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 1480 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് ഈ ഒരു ഇത് വരുന്നത്. നമ്മൾ ഇവരുടെ KSRTCയിൽ കയറി യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചുറ്റും ഇതുപോലുള്ള കാഴ്ചകളാണ്, മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത്. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ കഴിയും. ആന, മാന് പോലുള്ള മൃഗങ്ങളെയൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതാണ് അമ്പലത്തിന് മുകളിൽ നിന്നുള്ള ദൃശ്യം. നമ്മൾ താഴെ ബസ് ഇറങ്ങി സ്റ്റെപ്പ് കയറി മുകളിലെത്തി കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യമാണിത്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ചെറിയൊരു ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടേതായ രീതിയിൽ അവർ നമുക്ക് കുറി തൊട്ട് തരും. എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അവരുടെ ആ വരയ്ക്കുന്ന രീതിയും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടപ്പോൾ നമുക്കത് ഒന്ന് ചെയ്യണം തോന്നി. അങ്ങനെ നമ്മൾ ചെറിയൊരു ദക്ഷിണയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് കുറി വരപ്പിച്ചതാണ്. ജീവിതത്തിൽ എന്തായാലും നമ്മൾ ഒരിക്കലെങ്കിലും ഈ ഒരു അമ്പലത്തിൽ പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിലെത്തുന്നത്. നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ പ്രകൃതി മനോഹരതയാണ് കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ കണ്ട ഒരു രഥമാണിത്. ഇവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണിത്. അമ്പലത്തിൻ്റെ മുൻഭാഗം വരുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു കവാടമൊക്കെ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. ഇത് അവിടെ നമ്മൾ മുകളിലുള്ള കാറ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശക്തിയിലുള്ള കാറ്റാണ്. നമ്മൾ ശരിക്ക് തണുത്ത് വിറച്ചു പോകുന്ന രീതിയിലുള്ള നല്ല തണുത്ത കാറ്റ്. ഇതൊക്കെ അമ്പലത്തിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒക്കെ അത്രയും മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ക്ഷേത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലെ ക്ലൈമാക്സിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് ഞങ്ങൾ പിന്നെ ഇറങ്ങുകയാണ്. ഒരു ക്ഷേത്രമൊക്കെ കണ്ട് അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെ തന്നെ റോഡിൽ KSRTC ഉണ്ടാവും. നമ്മൾ പോയ വണ്ടികളൊക്കെ തന്നെ അവിടെ ഉണ്ടാവും. അവിടുന്ന് അതിൽ കയറി തിരിച്ച് താഴെ എത്തി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ഹോട്ടലിലേക്ക് ചായ കുടിക്കാനാണ്. അത്യാവശ്യം നല്ലൊരു വൃത്തിയും കാര്യമൊക്കെ ഉള്ള ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറിയതാണ്. ഇവയെ നമ്മൾ അവിടുന്ന് മസാല ദോശയും വടയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഭക്ഷണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പൂവിൻ്റെ കൃഷികളും ഒക്കെയുള്ള, ഇപ്പോൾ ഓണ സീസൺ ആയതുകൊണ്ട് പൂക്കൃഷിയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഉള്ളോട്ടുള്ള ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയതാണ്. ഇവിടെയൊക്കെ കൂടുതലായിട്ടും കൃഷിക്കാരാണുള്ളത്. അവരുടെയൊക്കെ വീടുകളും ഒക്കെയാണിത്. ഇതിൻ്റെയൊക്കെ തൊട്ട് ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഇവിടെ കൃഷിയും ഉണ്ടാവുക. ഇത് ചെമ്മരിയാടിൻ്റെ ഒരു കൂട്ടമായിട്ട് അതിൻ്റെ ഒരു കർഷകൻ പോകുന്നതാണ്. ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും ഇതുപോലുള്ള കാഴ്ചകളാണ് കാണുക. ആട്ടിൻകൂട്ടം, പശുക്കൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ കർഷകർ പോകുന്നത്. അങ്ങനെ നമ്മൾ ചെറിയൊരു തോട്ടത്തിലെത്തിയിട്ടുണ്ട്. ചെണ്ടുമല്ലിയുടെ ഒരു ചെറിയൊരു തോട്ടമാണിത്. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ഓണ സീസണിലേക്ക് കണക്കാക്കി കൃഷി ഇറക്കിയതാണ്. ഇപ്പോൾ 2-3 ദിവസമൊക്കെ കഴിഞ്ഞാൽ
പിന്നെ അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ വിളവെടുപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഇവര് ഈ ഒരു ബിസിനസ്സാണ് ഈ സീസണിൽ ചെയ്യുന്നത്. അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നാണ്. ഇതാ നമ്മൾ കാറിൽ ഓരോരുത്തർ സൈഡിലൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഇനി മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ തോട്ടങ്ങളൊക്കെ മുന്നിൽ ഇങ്ങനെ കാണാം. ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു സൂര്യകാന്തിയുടെ ഒരു തോട്ടമാണ്. പൂവെല്ലാം കഴിഞ്ഞ് ഇത് വിത്ത് പാകമായി നിൽക്കുന്ന ഒരു തോട്ടമാണിത്. ഇതിനി ഇവർ പറിച്ച് ഉണക്കി നമ്മൾ മില്ലിൽ പിന്നെ ആട്ടുന്ന മില്ലിൽ കൊണ്ടുപോയിട്ട് എണ്ണയാക്കി മാറ്റും. അതൊക്കെയാണ് പിന്നെ ഇതിന് ചെയ്യുന്നത്. സൂര്യകാന്തി പൂവ് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുക അതാണ്. ഇത് അതിൻ്റെ ഒരു കർഷകനാണ്, തോട്ടത്തിൻ്റെ ഉടമയാണ്. അവർ നമ്മൾ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഈ രീതിയിലാണ് ചെയ്യുക. ഇനിയിപ്പം വിളവെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വിത്തായി വേർതിരിച്ചെടുത്ത് ഉണക്കി മില്ലിൽ കൊണ്ടുപോയി ഇതാക്കി എണ്ണയാക്കി മാറ്റുക എന്നാണ് പറഞ്ഞത്. ഇതവിടെ ഇങ്ങനെ ഉണക്കാനൊക്കെ ഇട്ടത് ഉണ്ട്. അവിടെ വീട്ടുമുറ്റത്ത് ഉണക്കാനൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. ഇത് നല്ലോണം ഉണങ്ങിയതിന് ശേഷമാണ് എണ്ണയാക്കി മാറ്റുക. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് എത്തിയപ്പോൾ കണ്ട മറ്റൊരു ചെണ്ടുമല്ലി തോട്ടമാണിത്. ഇവിടെ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടി വലിയൊരു തോട്ടമാണിത്. ഒക്കെ പൂവ് നല്ല എല്ലാം പാകമായി നിൽക്കുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിയിൽ റോഡ് സൈഡിൽ കണ്ടതാണ്. ഒരു കാട്ടുചെടിയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഇലയും പൂവൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇത് നമ്മൾ കാണാറില്ല, ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടെ നമ്മൾ ഏത് ഭാഗത്തേക്ക് നോക്കിയാൽ നല്ല ഗ്രാമീണ കാഴ്ചകളാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. ഈ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാണണമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്ക്, ഉള്ളോട്ടുള്ള ഏരിയകളിലേക്ക് ഇറങ്ങണം. നമ്മൾ മലയാളികൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സീസണിലൊക്കെ ആകുമ്പോൾ വിനോദസഞ്ചാരികളൊക്കെ കണക്കാക്കി റോഡ് സൈഡിൽ നമുക്കിതുപോലെ കൃഷികൾ കാണാം കേട്ടോ. ചെറിയ ചെണ്ടുമല്ലിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ നമ്മൾ അവിടെയൊന്നും കയറരുത്. അത് അവർ ഈ എന്താ പറയുക കൃഷിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതല്ല. അത് വിനോദസഞ്ചാരികളെ കണക്കാക്കി മാത്രം കൃഷി ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മളവിടെ കയറി ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അവർ ചാർജ് ഈടാക്കും. ഗ്രാമങ്ങളിലാകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല. വലിയൊരു പേരാൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ഇത് നല്ലൊരു ലൊക്കേഷൻ. ഞങ്ങളത് കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി അവിടേക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്നുള്ള കണക്കാക്കി അവിടെ ഇറങ്ങി. അത് കണ്ടപ്പോൾ ആദർശിനൊരു കുന്തളിപ്പ്. അതാണ് ഈ കാണുന്നത്. അവൻ്റെ കുന്തളിപ്പ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് നമ്മളൊരു കിണർ കണ്ടത്. അതും ഒരു പ്രത്യേകതയുള്ളൊരു കിണർ. അതിൻ്റെ വെള്ളം കോരുന്ന കപ്പിയൊക്കെ ഒരു പ്രത്യേകത, തടിയിൽ തീർത്ത ഒരു പ്രത്യേകതയായിട്ട് ഒരു ചതുരത്തിലുള്ള ഒരു കിണർ. ഒരു വൺ ഡേ ട്രിപ്പായിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് വന്നത്. അപ്പോൾ രാത്രിയാകുമ്പോഴേക്കും നമുക്ക് തിരിച്ച് നാട്ടിലെത്തണം എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇനി ഏകദേശം തോട്ടങ്ങളൊക്കെ കണ്ട് അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ഇപ്പം പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ ഇതൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്തൊക്കെ പിന്നെ നിൽക്കേണ്ടി വരും കുറേ ഭാഗങ്ങളിലേക്കൊക്കെ കവർ ചെയ്ത് പോകണമെങ്കിൽ. അത്യാവശ്യം ഏരിയകളൊക്കെ കവർ ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നാട് പിടിക്കുക എന്നുള്ള ഒരു ഇതിൽ നമ്മൾ തിരിച്ച് വരികയാണ്. 4 ഭാഗത്തേക്ക് നോക്കിയാൽ ഇതുപോലെ കൃഷികൾ, ഫുള്ള് കൃഷികളാണ് എങ്ങോട്ട് നോക്കിയാലും. വാഴക്കൃഷി, മഞ്ഞൾ കൃഷി, ചോളം, അങ്ങനെ പലതരത്തിലുള്ള കൃഷികളാണ് ഇവിടെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുക. ഓണ സീസൺ ആകുമ്പോൾ ഇവർ പൂക്കൃഷിയിലേക്ക് തിരിയും. അതിന് തൊട്ട് മുന്നേ ഇവർ സൂര്യകാന്തിയാണ് ഇവിടെ വന്നാൽ അധികവും നമുക്ക് കാണാൻ കഴിയുക. സൂര്യകാന്തി വിളവെടുത്ത് അടുത്ത ഓണം ആകുമ്പോഴേക്കും അവർ പൂക്കൃഷി ചെയ്ത് ഓണ സീസൺ കഴിയുമ്പോഴേക്ക് പിന്നെ അവർ പച്ചക്കറികളിലേക്ക് അങ്ങനെയാണ് മെയിനായിട്ട് കൃഷി ചെയ്യുക. അല്ലാതെ എല്ലാ സമയം വന്നാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ചെറിയ ചെറിയ തോട്ടങ്ങളായിട്ടൊക്കെ കാണാൻ കഴിയും. ഈ ചെണ്ടുമല്ലിയൊക്കെ നമുക്ക് ചെണ്ടുമല്ലി, മല്ലി പൂവ് അതൊക്കെ നമുക്ക് എപ്പോഴും വന്നാലും കാണാൻ കഴിയും. അതൊക്കെ ഒരു ഓണ സീസൺ മാത്രമല്ലല്ലോ. അപ്പോൾ നമ്മുടെ അമ്പലങ്ങളിലേക്ക്, അതുപോലെ തന്നെ ഈ ചെണ്ടുമല്ലി നമ്മൾ പെയിൻറ്റ് ഫാക്ടറിയിലേക്കൊക്കെ ആവശ്യം വരും. ഫാക്ടറികളൊക്കെ ഇവിടെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ എപ്പം വന്നാലും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ കൂടുതലായിട്ട് ഇതൊക്കെ കാണാൻ ഈ ഓണ സീസൺ ടൈമിലാണ്. ഈ ഓണത്തിനെയും കണക്കാക്കി കൂടുതലായിട്ട് ഇവർ കൃഷി ചെയ്യുക. അല്ലാത്ത സമയത്തും എപ്പം വന്നാലും എല്ലാതരം കൃഷിയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ അത്യാവശ്യം തോട്ടങ്ങളൊക്കെ കവർ ചെയ്ത് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബന്ദിപ്പൂർ കാട് വഴി നമുക്ക് നാട് പിടിക്കണം. ഇതിപ്പോൾ നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇതിന് നേരെ ഇനി നാട്ടിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ച് ബന്ദിപ്പൂർ കാട് വഴി തിരിച്ച് വരികയാണ്. രാവിലെ നമ്മൾ മൃഗങ്ങളെയൊന്നും കണ്ടില്ല. ഇപ്പോൾ ഒരു കുരങ്ങനെ, കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ ഒരു മാൻകൂട്ടമൊക്കെ നമ്മൾ കണ്ട്. പുലർച്ചെ നമ്മൾ ഇറങ്ങിയത് രാവിലെ ഈ ചെക്ക് പോസ്റ്റ് 6 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും മൃഗങ്ങളെയൊക്കെ കാണാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പുലർച്ചെ വന്നത്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒന്നിനെയും കണ്ടില്ല. ഇപ്പോഴാണ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യം കുരങ്ങനെ, മാനിനെയൊക്കെ കണ്ടത്. കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ ഒരു കാട്ടാനക്കൂട്ടം തൊട്ടടുത്തായിട്ട്, റോഡിന് തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. രാവിലെ വന്നപ്പോൾ ഈ കാഴ്ചകളൊന്നും നമുക്ക് കണ്ടില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് ഇതൊക്കെ കണ്ടത്. തിരിച്ച് നമ്മൾ കൽപ്പറ്റ എത്തിയപ്പോൾ 1980 എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ, നമ്മുടെ അബൂ സലീംക്കയുടെ ഹോട്ടലാണിത്. സിനിമാ താരങ്ങളൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. മമ്മൂക്ക അടക്കമുള്ളവരുടെ ഫോട്ടോസ് അവിടെ തൂക്കിയിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്.
റേറ്റ് ഉണ്ടെങ്കിലും ബിരിയാണി തീരെ അബദ്ധമായിരുന്നു. അബു സലീംക്ക നമ്മളെ ചതിച്ചു. ഇതിലും വലിയ ബിരിയാണിയൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടും. ഇതിനേക്കാൾ റേറ്റ് കുറഞ്ഞിട്ട്. അതെന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് തിരിച്ച് വയനാട് കവാടം ഇറങ്ങി ഇനി നേരെ താമരശ്ശേരി ചുരം. ചുരത്തിലെ കാഴ്ചകളാണ്. സ്ഥിരം കാഴ്ചകളാണ്. ഇവിടെ ഒരു തേങ്ങാ മുറിക്ക് വേണ്ടി 2 പേര് തമ്മിൽ കടിപിടി കൂടുന്നതാണ് കാണുന്നത്. ചുരത്തിലെ ഈ ഒരു ഭാഗത്ത് അധികം ആൾക്കാരും ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിർത്താറുണ്ട്. ഈ ഒരു ഏരിയയിലെത്തി നമ്മളും ഇങ്ങനെ ചെറിയൊരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചുരം ഇറങ്ങി വരുന്ന വഴി കണ്ടതാണേ. ഫുള്ള് ആഡംബര കാറുകൾ ഇങ്ങനെ ലൈനായിട്ട് ഇട്ടിട്ടുണ്ട്. എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. എന്താ അവരുടെ റാലിയോ എന്താ സംഭവം എന്നായിരിക്കറിയാം. പക്ഷേ ഫുള്ള് നമ്മൾ കാണാത്ത അത്രയും നല്ല വണ്ടികളൊക്കെ ആഡംബര കാറുകൾ ലൈനായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ചുരം ഇറങ്ങി താഴെ എത്താനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് പ്ലാൻ മാറി. ഇവിടെ അടുത്താണല്ലോ തുഷാരഗിരി. അപ്പോൾ നമ്മൾ ഇന്നത്തെ റൂട്ട് ഇനി അങ്ങോട്ടേക്ക് ആക്കിയാലും വിചാരിച്ച് തുഷാരഗിരിക്കാണ് പിന്നെയും നമ്മൾ പോയത്. എവിടെ പോകുമ്പോൾ ഇവിടെ സ്ഥിരം പരിപാടി തന്നെയാണ്. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. ഇന്നും ഇപ്പോൾ ഇതാ കിടന്നുറങ്ങുക. അത് കഴിഞ്ഞ് നമ്മൾ തുഷാരഗിരി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എന്താണെന്നറിയില്ല, ഉള്ളോട്ടേക്ക് വിടുന്നില്ല. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. തുഷാരഗിരി പോയവർക്കൊക്കെ അറിയാം, അവിടെയുള്ളൊരു താന്നി മുത്തശ്ശി എന്നും പറഞ്ഞൊരു മരം 300 വർഷത്തിന് മേലെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഫുള്ള് പൊള്ളയാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പൊത്തുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മുകളിലോട്ടൊക്കെ ആകാശം കാണാം. മരം ഫുള്ള് പൊള്ളയെ നിൽക്കുന്ന ഒരു മരമാണ്. വെള്ളത്തിലിറങ്ങാനോ മുകളിലേക്ക് കയറാനോ ഇപ്പോൾ അവിടെ പെർമിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കർണാടക ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ തീരാണ്.